ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഹെന്ന ഡിസൈനിങ്ങിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്ക് എല്ലാ ടൈപ്പ് ഡിസൈൻസിനും, അതായത് ബ്രൈഡൽ ഡിസൈൻ ആയാലും മണ്ഡല ഡിസൈൻ ആയാലും അറബിക് ഡിസൈൻ ആയാലും അങ്ങനെ എല്ലാ ടൈപ്പ് ഡിസൈൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് തിൻ ലൈൻസ് ആണ്. ഫസ്റ്റ് തിൻ ലൈൻസ്. ഓക്കെ, തിൻ ലൈൻസ് വരയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരിക്കലും തിൻ ലൈൻസ് വരയ്ക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പേപ്പറിൽ ടച്ച് ചെയ്ത് വരയ്ക്കാൻ പാടില്ല. പേപ്പറിലാണെങ്കിലും കയ്യിലാണെങ്കിലും നമ്മൾ എവിടെയാണോ വരയ്ക്കുന്നത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് വരയ്ക്കാൻ പാടില്ല. നമ്മൾ ഫസ്റ്റ് ആദ്യം മാത്രം ജസ്റ്റ് ഒന്ന് പേപ്പറിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് മെല്ലെ ഒരു പ്രഷർ കൊടുത്ത് കോണൊന്ന് മുകളിലോട്ട് ഉയർത്തി നമുക്ക് എവിടെ വരെയാണോ വേണ്ടത് അതുവരെ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. എവിടെയാണോ വേണ്ടത് അവിടെ എത്തുമ്പോൾ മാത്രം വീണ്ടും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് മാത്രം ടച്ച് ചെയ്യുക. ഫസ്റ്റ് മാത്രം ഒന്ന് പേപ്പറിൽ അല്ലെങ്കിൽ കയ്യിലാണെങ്കിൽ കയ്യിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് ചെറിയൊരു പ്രഷർ കൊടുത്ത് ബ്രേക്ക് വരാതെ ആ പ്രഷറിൽ തന്നെ നമുക്ക് എവിടെ വരെയാണോ കൊണ്ടുപോകേണ്ടത് അവിടെ വരെ ഡ്രാഗ് ചെയ്ത് തന്നെ കൊണ്ടുപോകാം. പേപ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് തട്ടിച്ച് വരയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, ചെറിയൊരു പ്രഷർ കൊടുത്തുകൊണ്ട് കോണൊന്ന് മെല്ലെ മുകളിലോട്ട് ഉയർത്തുക. കോണ് മെല്ലെ മുകളിലോട്ട് ഉയർത്തിയതിന് ശേഷം നമുക്ക് എവിടെ വരെയാണോ വേണ്ടത് അതുവരെയും നമ്മൾ ഡ്രാഗ് ചെയ്ത് തന്നെ കൊണ്ടുപോകാം. നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന പ്രഷർ നമ്മൾ എൻഡ് വരെയും കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ നമുക്കത് ബ്രേക്ക് വരാതെ കിട്ടും. ആദ്യം കൊടുക്കുന്ന പ്രഷർ തന്നെ നമ്മൾ എൻഡ് വരെയും കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇല്ലാതെ വരയ്ക്കാൻ പറ്റും. ഫസ്റ്റ് മാത്രം ടച്ച് ചെയ്യുക, പിന്നെ ജസ്റ്റ് കോണൊന്ന് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. നമുക്ക് എവിടെ വരെ വേണം അത്രയും ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. അല്ലാതെ ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ കയ്യിൽ പേപ്പറിൽ ടച്ച് ചെയ്ത് വരയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ചെറിയ ബ്രേക്സ് വരാം. എന്തെങ്കിലും കാര്യം കൊണ്ട് ചെറിയ ബ്രേക്ക് വരുവാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ അത് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടി ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതിയാവും. ഓക്കെ, നമ്മൾ വരയ്ക്കുമ്പോൾ ബ്രേക്ക് വരുവാണെങ്കിൽ, നമ്മൾ ഈ പ്രഷർ കുറയുമ്പോൾ നമുക്ക് ചെറിയ ബ്രേക്ക് വരും. ബ്രേക്ക് വരുവാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോയി അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതാണ് തിൻ ലൈൻസ്. ഇനി രണ്ടാമത് നമ്മൾ വരയ്ക്കുന്നത് തിക്ക് ലൈൻസ് വരയ്ക്കാനും നമ്മൾ ആദ്യം 2 തിൻ ലൈൻസ് വരയ്ക്കുക. അത് നമ്മൾ ആദ്യം വരച്ച പോലെ തന്നെ പേപ്പറിൽ ടച്ച് ചെയ്യാതെ ഡ്രാഗ് ചെയ്ത് തന്നെ നേരത്തെ വരച്ച പോലെ തന്നെ ആദ്യം 2 തിൻ ലൈൻസ് വരച്ചു കൊടുക്കുക. 2 തിൻ ലൈൻസ് വരയ്ക്കുമ്പോൾ അധികം ഗ്യാപ്പ് ഇടരുത്. 2 തിൻ ലൈൻസ് അധികം ഗ്യാപ്പില്ലാതെ നമ്മൾ വരച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ 2 തിൻ ലൈൻസിൻ്റെയും സെൻറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രഷർ കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു ലൈനും കൂടി വരച്ച് ഈ ഡാർക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ വരയ്ക്കണം. ഓക്കെ, നമ്മൾ ആദ്യം വരച്ച രീതിയിൽ തന്നെ തിൻ ലൈൻസ് വരയ്ക്കണം. ടച്ച് ചെയ്ത് വരയ്ക്കാൻ പാടില്ല. ഡ്രാഗ് ചെയ്ത് തന്നെ 2 തിൻ ലൈൻസ് വരച്ചു കൊടുക്കുക. മുകളിലും താഴെയിട്ട് 2 തിൻ ലൈൻസ് വരച്ചു കൊടുക്കുക. തിൻ ലൈൻസ് വരയ്ക്കുമ്പോൾ ഒത്തിരി ഗ്യാപ്പ് വരാൻ പാടില്ല. ചെറിയ ഗ്യാപ്പിൽ 2 തിൻ ലൈൻസ് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പ്രഷർ കൊടുത്ത് കോണിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രഷർ കൊടുത്തുകൊണ്ട് ഒരു ലൈൻ പോലെ വരച്ച് വേണം ഈ തിക്ക് ലൈൻ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിക്ക് ലൈൻസ് വരയ്ക്കുമ്പോൾ ഈ വരുന്ന ഗ്യാപ്പ് ഒത്തിരി ഗ്യാപ്പിട്ട് നമ്മൾ തിക്ക് ലൈൻ വരയ്ക്കാൻ പാടില്ല. ചെറിയൊരു ഗ്യാപ്പ് മതിയാവും. അതുപോലെ തന്നെ നമ്മൾ തിക്ക് ലൈൻസ് വരയ്ക്കാൻ 2 തിൻ ലൈൻസ് വരച്ചതിന് ശേഷം നമ്മൾ നല്ല പ്രഷർ കൊടുത്ത് ഒരു ലൈൻ വരയ്ക്കുന്നത് പോലെ തന്നെ വരയ്ക്കണം. അല്ലാതെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡാർക്ക് ഈ കറുപ്പിച്ച് ഇങ്ങനെ ഈ രീതിയിൽ വരയ്ക്കാൻ പാടില്ല. നമ്മൾ നല്ല തിക്കായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്ന പോലെ തന്നെ വരച്ചു കൊടുക്കുക. ഓക്കെ, അല്ലാതെ ഇതുപോലെ തിക്കായിട്ട് തന്നെ ഒറ്റ ലൈൻ തിക്ക് ലൈനായിട്ടും നമ്മൾ തിക്ക് ലൈൻസ് വരയ്ക്കാൻ പാടില്ല. 2 തിൻ ലൈൻസ് വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ തിൻ ലൈൻസ് വരച്ച ശേഷം അതിൻ്റെ സെൻറ്ററിൽ അത്യാവശ്യം തിക്കായിട്ട് നല്ല പ്രഷർ കൊടുത്തുകൊണ്ട് ഒരു ലൈൻ പോലെ വരച്ച് വേണം തിക്ക് ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഹംസ് ആണ്. ഓക്കെ,
ഹംസ് വരയ്ക്കാനും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു തിൻ ലൈൻ വരയ്ക്കുക. ഹംസ് വരയ്ക്കാനും നമ്മൾ തിൻ ലൈൻ വരയ്ക്കുക. ഡ്രാഗ് ചെയ്ത് തന്നെ ആദ്യം മാത്രം ടച്ച് ചെയ്ത് കോൺ മെല്ലെ മുകളിലോട്ട് ഉയർത്തി ചെറിയൊരു പ്രഷർ കൊടുത്ത് നമുക്ക് എവിടെ വരെയാണോ വേണ്ടത് അവിടെ വരെ ഒരു ലൈൻ വരയ്ക്കുക, ഒരു തിൻ ലൈൻ വരയ്ക്കുക. ആ തിൻ ലൈനിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ച് ജസ്റ്റ് ഒന്ന് വളഞ്ഞതിന് ശേഷം നമ്മൾ ആ മുകളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ലൈനിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആദ്യം ഒരു ലൈൻ വരച്ച് അതിൻ്റെ താഴെ നിന്ന് ഒന്ന് വളഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് വരച്ച് ആദ്യം വരച്ച തിൻ ലൈനിൽ മുട്ടിച്ചു കൊടുക്കാം. വീണ്ടും ഇപ്പോൾ വരച്ച ലൈനിൽ കൂടി തന്നെ ഒന്നും കൂടി താഴേക്ക് വരച്ച് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എത്ര ഹംസ് വേണം അതുവരെയും വരച്ചു കൊടുക്കാം. നമ്മളൊരു വീതി കുറഞ്ഞ യു വരയ്ക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുക, ജസ്റ്റ് ഒന്ന് വളഞ്ഞ് മുകളിലേക്ക് പോയി ആ തിൻ ലൈനിൽ ടച്ച് ചെയ്യുക. വീണ്ടും ആ വരയിൽ ആ ലൈനിൽ കൂടി തന്നെ താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് വരച്ചു കൊടുക്കുക. അങ്ങനെ എത്ര വേണം അത്രയും വരച്ചു കൊടുക്കുക. ഓക്കെ, ഹംസ് വരയ്ക്കുമ്പോൾ നമ്മൾ യു പോലെ വരയ്ക്കുന്ന ടൈമിൽ നമ്മൾ ഒത്തിരി വീതി കൂട്ടി ഈ രീതിയിൽ ഹംസ് വരച്ചു കൊടുക്കാൻ പാടില്ല. ഒത്തിരി വീതി കൂട്ടിയിട്ട് നമ്മൾ ഹംസ് വരയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹംസ് വരയ്ക്കുന്ന സമയത്ത് വി ഇങ്ങനെ കംപ്ലീറ്റ് വി പോലെ ഈ രീതിയിൽ നമ്മൾ ഹംസ് വരയ്ക്കാൻ പാടില്ല. ഹംസ് വരയ്ക്കാൻ ആദ്യം ജസ്റ്റ് ഒരു തിൻ ലൈൻ വരച്ചു കൊടുക്കുക. തിൻ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ വീതി കുറഞ്ഞ രീതിയിൽ യു പോലെ വരച്ചു കൊടുക്കുക. താഴേക്ക് ഒരു ലൈൻ വന്ന് ജസ്റ്റ് വളഞ്ഞ് മുകളിലേക്ക് നമ്മൾ വരച്ച തിൻ ലൈനിൽ കൊണ്ടെത്തിക്കുക. ആ രീതിയിൽ നമുക്ക് എത്ര വേണം അത്രയും ഹംസ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡോട്ട്സ് ആണ്. ഓക്കെ, ഡോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണോ ഡോട്ട് വരയ്ക്കേണ്ടത് അവിടെ ജസ്റ്റ് കോണെന്ന് വെക്കുക, നല്ല പ്രഷർ കൊടുക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് എത്ര വലിയ ഡോട്ട് വേണം അതനുസരിച്ച് പ്രഷർ കൊടുക്കുക. ഇപ്പോൾ ചെറിയ ഡോട്ട് വേണം മതിയെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അതല്ല വലിയ ഡോട്ട് വേണം ഉണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി നേരം നന്നായിട്ട് കുറച്ചും കൂടി നേരം ഒന്ന് പ്രഷർ കൊടുക്കുക. നമുക്കിപ്പോൾ ഡോട്ട് എവിടെയാണോ വരയ്ക്കേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് കോൺ വയ്ക്കുക, എന്നിട്ട് നന്നായിട്ട് പ്രഷർ കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് എത്ര സൈസ് വേണം അത്രയും നേരം നമ്മൾ പ്രഷർ കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ചെറിയ ഡോട്ട് മതിയെങ്കിൽ നമ്മൾ കുറച്ച് നേരം പ്രഷർ കൊടുത്താൽ മതി. വലിയ ഡോട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി നേരം ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുക്കാം. ഓക്കെ, ഡോട്ട് അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡോട്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് സർക്കിൾ വരച്ചിട്ട് ഈ രീതിയിൽ സർക്കിൾ കറുപ്പിച്ച് അല്ലെങ്കിൽ സർക്കിൾ ഫില്ല് ചെയ്ത് ഡോട്ട് വരയ്ക്കാൻ പാടില്ല. അതുപോലെ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കറുപ്പിക്കാനോ അല്ലാതെ ഇതുപോലെ ഡോട്ട് ഇടാനോ പാടില്ല. ജസ്റ്റ് എവിടെയാണോ വേണ്ടത് അവിടെ വെച്ചിട്ട് കോണിൽ പ്രഷർ കൊടുത്ത് പേസ്റ്റ് പുറത്ത് വരുന്ന രീതിയിൽ പ്രഷർ കൊടുത്ത് തന്നെ ഡോട്ട് വരയ്ക്കാം. ഇപ്പോൾ ഹംസിൽ വരയ്ക്കണമെങ്കിൽ ചെറിയ ഡോട്ടാണെങ്കിൽ ചെറിയ പ്രഷർ കൊടുത്താൽ മതിയാവും, വലിയ ഡോട്ടാണെങ്കിൽ കുറച്ചും കൂടി പ്രഷർ കൊടുത്താൽ മതിയാവും. ഓക്കെ, അടുത്ത് വരയ്ക്കാൻ പോകുന്നത് ടിയർ ഡ്രോപ്സ് ആണ്. ഓക്കെ, ടിയർ ഡ്രോപ്സ് വരയ്ക്കാനും ആദ്യം നമ്മൾ ഒരു വലിയൊരു ഡോട്ട് പോലെ വരയ്ക്കുക. എവിടെയാണോ വരയ്ക്കേണ്ടത് അവിടെ നല്ല പ്രഷർ കൊടുത്ത് ഡോട്ട് വരയ്ക്കുക. അതിൻ്റെ എൻഡിൽ നിന്ന് താഴേക്ക് കുറച്ച് ജസ്റ്റ് പേസ്റ്റ് ഇങ്ങനെ നീക്കി വരച്ചു കൊടുക്കുക. ഒന്നുകൂടി പറയാം, ആദ്യം നമ്മളൊരു വലിയ ഡോട്ട് വരയ്ക്കുക, അതിൽ നിന്ന് ആ ഡോട്ടിൽ നിന്ന് കുറച്ച് പേസ്റ്റ് താഴേക്ക് നീക്കി വരച്ചു കൊടുക്കുക. ഒരു വലിയൊരു ഡോട്ട് വരയ്ക്കുക, അത്യാവശ്യം പേസ്റ്റ് പുറത്തു പോകുന്ന രീതിയിൽ ഒരു ഡോട്ട് വരച്ചു കൊടുക്കുക. അതിൽ നിന്ന് കുറച്ച് പേസ്റ്റ് താഴേക്ക് നീക്കി ടിയർ ഡ്രോപ്സ് ആയിട്ട് വരച്ചു കൊടുക്കുക. നല്ല പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ ഡോട്ട് പോലെ വരച്ച് താഴേക്കും കൂടി പേസ്റ്റ് ആക്കി കൊടുത്താൽ മതിയാവും. ഓക്കെ, ചെറിയ ടിയർ ഡ്രോപ്പ് ആണെങ്കിൽ ചെറിയ ഡോട്ട് കൊടുത്ത് താഴേക്ക് വരച്ചു കൊടുക്കുക. വലിയ ടിയർ ഡ്രോപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി വലിയ ഡോട്ട് വരച്ചിട്ട് താഴേക്ക് വരച്ചു കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് വരയ്ക്കാൻ പോകുന്നത് വൈൻസ് ആണ്.
വൈൻസിനെ ജ്യൂസി ലീഫ് എന്നും പറയുവേ. നെക്സ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വൈൻസ് ആണ്. വൈൻസ് വരയ്ക്കാൻ ആദ്യം നമ്മൾ ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. നന്നായിട്ട് പ്രഷർ കൊടുത്ത് ഒരു ഡോട്ട് പോലെ വരയ്ക്കുക. ഡോട്ട് പോലെ ആവുന്ന സമയത്ത് മുകളിലോട്ടും കൂടി ഒരു ചെറിയ സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കുക. ഒന്നുകൂടി പറയാം. ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. നന്നായിട്ട് പ്രഷർ കൊടുത്ത് കൊണ്ട് നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് ഒരു ഡോട്ട് പോലെ ആക്കുക. ഡോട്ട് പോലെ ആവുന്ന സമയത്ത് മുകളിലോട്ട് വീണ്ടും ഒരു സ്ലാൻഡിങ് ലൈനും കൂടി കൊടുക്കുക. ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വീണ്ടും ഒരു സ്ലാൻഡിങ് ലൈൻ. നമ്മൾ ജ്യൂസി ലീഫ് വൈൻസ് വരയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് ഡോട്ടാക്കണം. ചെറിയ രീതിയിൽ കുറച്ചുകൂടി വലിയ സൈസിൽ വേണം വരയ്ക്കാൻ. ജ്യൂസി ലീഫ് വരയ്ക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രഷർ പുറത്ത് കൊടുത്ത് വേണം ജ്യൂസി ലീഫ് വരയ്ക്കാൻ. ചെറിയ രീതിയിൽ വൈൻസ് ഇങ്ങനെയല്ല, നമുക്ക് വേറൊരു മെത്തേഡിലും വരയ്ക്കാം. ആദ്യം തന്നെ നമ്മൾ വലിയൊരു ഡോട്ട് വരച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല ഒരു ഡോട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഡോട്ടിൽ നിന്ന് താഴേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ, മുകളിലേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ, ഈ രീതിയിലും വൈൻസ് വരച്ചു കൊടുക്കാം. ആദ്യം ഒരു ഡോട്ട്, ആ ഡോട്ടിൽ നിന്ന് താഴേക്കൊരു സ്ലാൻഡിങ് ലൈൻ, മുകളിലേക്കൊരു സ്ലാൻഡിങ് ലൈൻ, ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് വൈൻസ് വരച്ചു കൊടുക്കാം. വൈൻസ് അല്ലെങ്കിൽ ജ്യൂസി ലീഫ് വരച്ചു കൊടുക്കാം. സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വീണ്ടും ഒരു സ്ലാൻഡിങ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വീണ്ടും ഒരു സ്ലാൻഡിങ് ലൈൻ. താഴേക്ക് വരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ സ്ലാൻഡിങ് ലൈൻ, ചെറിയൊരു ഡോട്ട്, വീണ്ടും സ്ലാൻഡിങ് ലൈൻ. ഇങ്ങനെയല്ല ഡോട്ട് ഇട്ടാണ് വരയ്ക്കുന്നതെങ്കിലും ഇതുപോലെ തന്നെ ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുക്കുക, പിന്നെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക, ഇങ്ങോട്ടേക്കൊരു സ്ലാൻഡിങ് ലൈൻ, മുകളിലേക്കൊരു സ്ലാൻഡിങ് ലൈൻ, വീണ്ടും ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക, ഇങ്ങോട്ട് സ്ലാൻഡിങ് ലൈൻ, മുകളിലേക്ക് സ്ലാൻഡിങ് ലൈൻ. ഇതിലേതാണോ കംഫർട്ട് ആ രീതിയിൽ വരയ്ക്കാം. ഡോട്ട് ഇട്ടിട്ട് വേണമെങ്കിലും വരയ്ക്കാം, അല്ലെങ്കിൽ ആദ്യം ഡോട്ട് ഇട്ട് വേണമെങ്കിലും വരയ്ക്കാം, അല്ലാതെ സ്ലാൻഡിങ് ലൈൻ, ഡോട്ട് ആ രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഹാർട്ട് ഷേപ്പ് വരയ്ക്കാൻ നമ്മൾ ആദ്യം മുകളിൽ വരച്ചതുപോലെ ഒരു ചെറിയൊരു ടിയർ ഡ്രോപ്പ് ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചരിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേറൊരു ടിയർ ഡ്രോപ്പും കൂടി വരച്ച് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി പറയാം. നമ്മൾ നേരത്തെ വരച്ച രീതിയിൽ നമ്മൾ ആദ്യം ഒരു ടിയർ ഡ്രോപ്പ് വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചരിച്ച് ഒരു ടിയർ ഡ്രോപ്പ് വരച്ചു കൊടുക്കുക. ഇപ്പുറം സൈഡിൽ നിന്ന് വീണ്ടും ഒരു ടിയർ ഡ്രോപ്പ് വരച്ച് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു ടിയർ ഡ്രോപ്പ് വരച്ചു കൊടുക്കുക. ഇപ്പുറം സൈഡിൽ നിന്ന് വരച്ച് വീണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 ടിയർ ഡ്രോപ്പ് 2 സൈഡിൽ നിന്ന് ചരിച്ച് ഒരു ഹാർട്ട് ഷേപ്പിന് വരച്ചു കൊടുത്താൽ മതിയാവും. ഓക്കെ, അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സ്പൈറൽ ആണേ. ഓക്കെ, സ്പൈറൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ജസ്റ്റ് ഒരു തിൻ ലൈൻ വരച്ചു കൊടുക്കാം. ആ തിൻ ലൈനിൽ നിന്ന് നല്ല വലിയൊരു കർവ് ലൈൻ, അത്യാവശ്യം വലിയൊരു കർവ് ലൈൻ വരയ്ക്കുക. ആ കർവ് ലൈനിൻ്റെ എൻഡിൽ നിന്ന് അകത്തേക്ക് ഒരു ചുനിപ്പിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഡിസൈൻ്റെ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ മുകളിലാണ് സ്പൈറൽ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അല്ലാതെ വരയ്ക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചു എന്നേ ഉള്ളൂ. ലൈനിൻ്റെ മുകളിൽ ഒരു കർവ് ലൈൻ കൊടുത്ത് ആ കർവ് ലൈനിൻ്റെ എൻഡ് വരുമ്പോൾ നമ്മൾ അകത്തേക്ക് ഒരു ചുനിപ്പിട്ട് കൊടുക്കാം. സ്പൈറൽ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ഗ്യാപ്പിൽ, അതായത് ഈ കർവ് ലൈനും ചുനിപ്പും തമ്മിൽ ഒത്തിരി ഗ്യാപ്പിൽ ഈ രീതിയിൽ നമ്മൾ വരയ്ക്കാൻ പാടില്ല. ഇത്രയും ഗ്യാപ്പിട്ട് നമ്മൾ സ്പൈറൽ വരയ്ക്കാൻ പാടില്ല. ഓക്കെ, സ്പൈറൽ വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ചുനിപ്പ് അകത്തേക്ക് പോകുന്ന ഗ്യാപ്പും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവാൻ പാടുള്ളൂ.
വലിയ ഗ്യാപ്പ് ഇത് രണ്ടും തമ്മിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ആദ്യം വരയ്ക്കുന്ന ഈ ഒരു ലൈനും ഈ ചുനുപ്പിൻ്റെ ഈ ഒരു ലൈനും തമ്മിൽ ഒത്തിരി ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പോയിന്റും തമ്മിൽ അധികം ഗ്യാപ്പില്ലാതെ വേണം സ്പൈറൽ വരയ്ക്കാൻ. അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഫ്രിൽസ് ആണ്. ഫ്രിൽസ് വരയ്ക്കുമ്പോൾ നമ്മൾ ചെറിയൊരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിൻ്റെ അകത്തേക്ക് നമ്മൾ ലെയർ പോലെ വരച്ചു കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ ഫ്രില്ല് എന്ന് പറയുക. സർക്കിൾ പോലെ വരച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ലെയേഴ്സ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇതിനെയാണ് നമുക്ക് ഫ്രില്ല് എന്ന് പറയുന്നത്. നമുക്ക് എത്ര ലെയർ വേണോ അതനുസരിച്ച് വരച്ചു കൊടുക്കുക. സർക്കിൾ വരയ്ക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് ലെയറായിട്ട് വരച്ചു കൊടുക്കുക. ഇത് നമുക്ക് അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും വരച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്കിനി ഇത് അകത്തുനിന്ന് പുറത്തേക്കും ലെയർ പോലെ സർക്കിൾ വരച്ചു കൊടുക്കാം. ലാസ്റ്റ് ലെയർ മാത്രം ടച്ച് ചെയ്താൽ മതി, ബാക്കിയൊന്നും പരസ്പരം ടച്ച് ചെയ്യാത്ത രീതിയിൽ വരച്ചു കൊടുക്കുക. പുറത്തുനിന്ന് അകത്തേക്ക് വേണമെങ്കിൽ അകത്തുനിന്ന് പുറത്ത് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലും ഫ്രിൽസ് വരച്ചു കൊടുക്കാം. ഓക്കെ, അടുത്തത് വരയ്ക്കാൻ പോകുന്നത് പെയ്സ്ലിയാണ്. ഓക്കെ, പെയ്സ്ലി വരയ്ക്കാൻ നമ്മൾ ആദ്യം ഒരു എസ് പോലെ വരയ്ക്കുക. എസ് വരയ്ക്കുമ്പോൾ എസിൻ്റെ മുകളിലത്തെ പോർഷൻ ചെറുതും താഴത്തെ പോർഷൻ കുറച്ച് വലുതുമായിട്ട് എസ് പോലെ വരയ്ക്കുക. ഈ എസ് പോലെ വരച്ചിട്ട് എൻഡിൽ നിന്ന് ഇത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാതെ ഇതുപോലെ തന്നെ വളഞ്ഞൊരു കർവ് ലൈൻ പോലെ കൊണ്ടുവന്ന് ആദ്യം വരച്ചതിൻ്റെ ഒരു ചുനുപ്പിട്ട് കൊടുക്കുക. ഓക്കെ, ഒരു എസ് പോലെ വരയ്ക്കുക. എസിൻ്റെ മുകളിലെ പോർഷൻ ചെറുതും താഴത്തെ പോർഷൻ വലുതുമായിട്ട് വരച്ചതിന് ശേഷം ഒരു കർവ് ലൈൻ കൊണ്ടുവന്ന് അതിൻ്റെ എൻഡിൽ ഒരു ചുനുപ്പിട്ട് കൊടുക്കുക. ഈ രീതിയിൽ പെയ്സ്ലി വരയ്ക്കാം. ഒരു കർവ് ലൈൻ വരയ്ക്കുക. മുകളിലെത്തുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു കർവ് ലൈൻ വരയ്ക്കുക, ഒരു ചുനുപ്പിട്ട് കൊടുക്കുക. ഇപ്പുറം സൈഡിൽ നിന്ന് ഒരു കർവ് ലൈൻ വരച്ച് ഇതിനെ ജോയിൻ ചെയ്യാം. ഈ രീതിയിലും നമുക്ക് പെയ്സ്ലി വരയ്ക്കാം. ജസ്റ്റ് ആദ്യം ഒരു കർവ് ലൈൻ വരയ്ക്കുക, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു കർവ് ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു കർവ് ലൈൻ വരച്ച് കൊണ്ടുവന്ന് എൻഡിൽ ഒരു ചുനുപ്പിട്ട് കൊടുക്കുക. രണ്ട് രീതിയിൽ നമുക്ക് പെയ്സ്ലി വരയ്ക്കാൻ പറ്റും. എസ് പോലെ വരയ്ക്കാം, എസ് പോലെ വരച്ച് ഇങ്ങനെയും നമുക്ക് പെയ്സ്ലി വരയ്ക്കാം. തിരിച്ചും വേണമെങ്കിൽ താഴെന്നും വരയ്ക്കാം. ഒരു കർവ് ലൈൻ, ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ഒരു കർവ് ലൈൻ, ഇവിടെ നിന്ന് വീണ്ടും ഒരു വലിയ കർവ് ലൈൻ കൊണ്ടുവന്ന് എൻഡിലൊരു ചുനുപ്പ്. ഈ രീതിയിലും പെയ്സ്ലി വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഇത്രയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാ ഡിസൈൻസിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.